ഗെയ്സ്, നമ്മൾ നേരത്തെ കണ്ട ഇൻ്റർവ്യൂവിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞ് ഒരു ലെങ്ത് വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, നിങ്ങൾക്ക് അത്രയും ലെങ്ത് വീഡിയോ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. നിങ്ങൾ ദയവ് ചെയ്ത് അബ്ദുറഹീമിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായി കേട്ടിട്ട് വേണം നിങ്ങൾ ഈ വിഷയത്തിൽ എന്താ പറയുക ഒരു തീരുമാനം എടുക്കാൻ. 2 വീഡിയോസ് നിങ്ങൾ കാണണം. കാരണം ഇതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്ങനെ കൊലപാതകം എങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ, കല്യാണം, വിവാഹ ജീവിതം, തുടർന്നുള്ള ജോലി. ബോച്ച ഒരു ജോലിയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹം സ്വീകരിക്കുമോ, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുമോ, പിന്നെ അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തിന് ദയാധനമായി സ്വീകരിച്ച പൈസയിൽ കുറേ പൈസകൾ ബാക്കിയുണ്ടെന്ന് പറയപ്പെടുന്നു. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സെക്കൻഡ് പാർട്ടും കൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഗൈസ്. ബൈ. അതിനുശേഷം എംബസിയും പിന്നെ ഈ നിയമസഭാ കമ്മിറ്റികൾ അതിനുശേഷമാണ് ബന്ധപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ ജയിലിൽ പോകുന്നതിന് മുമ്പേ സ്ഥിരമായിട്ട് വീട്ടിലൊക്കെ വിളിക്കുന്നുണ്ടാവുമല്ലോ, പിന്നെ പെട്ടെന്നാണോ അവിടുന്ന് ഒരു വിവരം ഇല്ലാണ്ടായിപ്പോയത് നിങ്ങളെ? അപ്പൊ ഇവിടുന്ന് ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്? പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ 2 മാസം കഴിഞ്ഞു വീട്ടിൽ വിളിക്കണം. അവിടെ പിടിച്ച ഉടനെ ഫോൺ ബന്ധമൊക്കെ പോയി. അപ്പൊ ഇവിടെയുള്ള ആളുകൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾ ജയിലുള്ളതെന്ന്? എനിക്കറിഞ്ഞൂടാ. 24-ാമത്തെ വയസ്സിലാണ് ഗൾഫിൽ പോകുന്നത്. അന്നൊക്കെ എന്തായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്ന? പോയിട്ട് ഒരുപാട് സ്വപ്നമായിട്ടാണ് കയറി പോയത്. സ്വപ്നമെല്ലാം അണഞ്ഞു. ഇനി പുതിയ സ്വപ്നം ഇനി ഉണ്ടാക്കണം. എന്തൊക്കെയാണ് മനസ്സിൽ പ്ലാനുള്ളത്? കുടുംബക്കാരെല്ലാവരും ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുമായി കൂടിയിരുന്ന് ആലോചിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കണം. ഉമ്മയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ വന്നപാട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വലിയ സങ്കടം ഉണ്ടായിരുന്നോ? ഇല്ല, വളരെ സിറ്റുവേഷൻ മോശമായിട്ടൊരു ജയിലിലെ അന്തരീക്ഷമാണ്. നമ്മളെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിലങ്ങ വെക്കും, കയ്യിലും കാലിലും വിലങ്ങ വെച്ച്. ആ ഒരു രൂപത്തിൽ എനിക്ക് ഉമ്മനെ കാണാനുള്ളൊരു വിസമ്മതം, വളരെ വിഷമിച്ചു. അടുത്ത ദിവസം പിന്നെ എംബസി ഉദ്യോഗസ്ഥരും ഈ സിദ്ദീഖത്ത് പോലും തന്നെ അദ്ദേഹം ജയിലിൽ വന്ന ഓഫീസർമാരെ കണ്ടു, കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, കുറച്ച് ഇളവ് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്തൊരു സാധാരണ തോന്നിയ കാരണം കയ്യിലുള്ള വിലങ്ങ് മാത്രം അയച്ചെന്ന് ഉമ്മനെ കാണുമ്പോൾ കാലിൽ വിലങ്ങുണ്ട്. 1/2 മണിക്കൂർ കാണാനുള്ള സൗകര്യം അവർ ഒരുക്കി തന്നു. അവര് നിങ്ങളെ കൂട്ടി റൂമിലേക്ക് കൊണ്ടുവന്നാണോ എങ്ങനെയാണോ? ഇല്ല, റൂം സെപ്പറേറ്റ് ഇല്ല. അവർ പോലീസുകാരൊരു ഇതുപോലത്തെ റൂമുണ്ട്. അവർ പോലീസുകാരെ എടുത്ത് കാലിൽ ചങ്ങല 1/2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കാൻ അവസരം. നേരത്തെ ഇവിടെ എന്തായിരുന്നു? ഗൾഫിലേക്ക് പോകുന്നതിന് മുന്നേ എന്തായിരുന്നു? ഇവിടെ ഓർഫനേജിൽ സ്കൂൾ ബസ്സിലായിരുന്നു. തൊട്ടടുത്ത് തന്നെ നമ്മളെ വീട്ടിലെടുത്ത്. ഇത് നിങ്ങൾ ഡ്രൈവിംഗ് വിസയിലായിരുന്നോ പോയിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ ആ കുട്ടീനെ നോക്കാന്നുള്ള ഒരു ഹൗസ്? പിന്നെ ഈ കുട്ടീനെ നിങ്ങൾ കാറ് കൊണ്ടുപോയിരുന്നോ? 21 വയസ്സുണ്ടാവും, ചെറിയ കുട്ടിയല്ല. 24 വയസ്സ്. എനിക്ക് സമപ്രായക്കാരൻ തന്നെ. പുള്ളി തളർന്ന വ്യക്തിയായിരുന്നു മൊത്തം. അവര് കുറച്ചൊരു ഓപ്പറേഷൻ വണ്ടി ആയിട്ടുണ്ട് 2 മാസം മുമ്പോട്ട്, അല്ല 2 വർഷം മുമ്പോട്ട്. ചെറിയൊരു പരിക്കുണ്ട്, ഹാൻഡിക്കാപ്ഡാണ്. സംസാരിക്കാനൊക്കെ കഴിയുന്ന, സംസാരിക്കാൻ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളോട് ഇത് സിഗ്നല് ക്രോസ് ചെയ്യാൻ പറഞ്ഞു അല്ലേ? അപ്പൊ അത് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല, അടിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കില്ല. സപ്പോർട്ട് ചെയ്തിരുന്നാൽ മതി. പെട്ടെന്ന് ദേഷ്യം, പിന്നെ ഭാഷ മനസ്സിലാകാത്ത ഒരു പ്രശ്നം എനിക്ക്. ഇപ്പൊ എത്ര വയസ്സായി? 44 വയസ്സ്. 44 വയസ്സായി. ഇനിയിപ്പം വന്നിട്ട് കല്യാണമൊക്കെ കഴിക്കണ്ടേ? സാഹചര്യങ്ങളൊക്കെ നോക്കട്ടെ. 20 കൊല്ലത്തെ ഒരു ഗ്യാപ്പ്. കേരളം എന്ന് പറയുന്നത് ഒരുപാട് മാറി. അപ്പൊ നിങ്ങൾ വന്ന പാട് നിങ്ങൾക്ക് എന്തൊക്കെയാ ഫീൽ ചെയ്തത്? ഒരുപാട് അത്ഭുതങ്ങളാണ് കാണുന്നത്. ഭയങ്കര ഒരു സ്വീകരണമാണ് എയർപോർട്ടിലുണ്ടായത്. കണ്ടെല്ലാം പേടിച്ചു പോയി. ഇത്രയും ആൾക്കാർ ഇങ്ങനെ കൂടിക്കണേ എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നീടാണ് മനസ്സിലായി ജനങ്ങളുടെ ഒരു ഒത്തൊരുമ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ ജനങ്ങളാണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാവർക്കും ജനങ്ങൾക്ക് വളരെ നന്ദി. സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും ലോക മലയാളികൾക്ക് എല്ലാവർക്കും. 1 രൂപ മുതൽ 1 കോടി വരെ സഹായിച്ചവരുണ്ട്. ചെറുതും വലുതും, ജാതിയുമില്ല, മതമില്ല, രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഏറ്റെടുത്തൊരു സംരംഭത്തിൽ മലയാളികളെ എല്ലാവരും ലോക മലയാളികൾ. 2006 പോകുമ്പോൾ ഇത്രയും വലിയ മാധ്യമങ്ങളില്ല, ആളുകളില്ല, സോഷ്യൽ മീഡിയകളില്ല. അപ്പോ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് സെറ്റായി വന്നോ? ഇല്ല, എനിക്ക് കുറേശ്ശെ ഇതുവരെ ഫോണ് കയ്യിൽ പിടിച്ചിട്ടില്ല. കുറച്ച് കഴിയട്ടെ, ഫോണും കാര്യങ്ങളൊക്കെ തണുത്തിട്ട് നോക്കാം. ഏതായാലും അടിപൊളിയായിട്ട് ജീവിക്കാനാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.